Okay, students. നമ്മുടെ ബിടെക്കിന്റെ S1 S2 ഫസ്റ്റ് സെം സെക്കൻഡ് സെമസ്റ്റർ ട്യൂഷൻ സീരീസിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ ക്ലാസ്സസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് സിലബസ് എങ്ങനെയാണ് നമുക്ക് വരുന്നതെന്നുള്ളത് നമ്മൾ ഓൾറെഡി സിലബസിന്റെ ഡിസ്കഷൻ നമ്മൾ ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1ന്റെ ക്ലാസ്സസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിനീയറിംഗ് മെക്കാനിക്സും അതുപോലെ തന്നെ ഫോഴ്സ് സിസ്റ്റംസും ആണ്. അപ്പോൾ നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്താണെന്നുള്ളത് ഇവിടെ നമുക്ക് പഠിച്ചു തുടങ്ങണം. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഫോഴ്സ് സിസ്റ്റംസിനെ ഡീൽ ചെയ്യുന്നതെന്നും നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നോക്കണം. അപ്പോൾ മൊഡ്യൂൾ 1ന്റെ പോർഷൻസ് ആണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വി വിൽ സ്റ്റാർട്ട് മൊഡ്യൂൾ 1 വിത്ത് എ റിമെമ്പറൻസ് ഓഫ് ഐസക് ന്യൂട്ടൺ. അപ്പം സർ ഐസക് ന്യൂട്ടൺ നിങ്ങൾക്കറിയാം റെസ്പോൺസിബിൾ ഫോർ ലോസ് ഓഫ് മോഷൻ ആണ്. അപ്പം ഐസക് ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ ആണ് നമ്മൾ ഫിസിക്സിലാവട്ടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലാവട്ടെ പഠിക്കുന്നത്. ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ഈറ ഐസക് ന്യൂട്ടന്റെ ഈറയാണ്. അപ്പോൾ ഐസക് ന്യൂട്ടന്റെ കോൺട്രിബ്യൂഷൻ ആണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ, തേർഡ് ലോ ഓഫ് മോഷൻ ആൻഡ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി. അത് കൂടാതെ തന്നെ കാൽക്കുലസ് എന്ന് പറയുന്ന മാത്തമാറ്റിക്സിന്റെ ഏരിയയും ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? ന്യൂട്ടന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഐസക് ന്യൂട്ടൺ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം 1642 to 1727 ആണ് ഐസക് ന്യൂട്ടന്റെ കാലഘട്ടം. And was one of the most brilliant of all the scientists we ever had in this world. Now, one of his greatest achievements was to work out the laws of motion and gravity. Laws of motion അതുപോലെ തന്നെ ഗ്രാവിറ്റിയുടെയും റൂൾസ് ആൻഡ് ലോസ് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് ഐൻസ്റ്റീൻ്റെ one of the greatest contributions to mankind. And this affects everything in the universe, from the grains of sand to the earth, to the moon and to the stars and the galaxies in the space. അപ്പം ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആൻഡ് ന്യൂട്ടൺസ് ലോസ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അഫക്റ്റ് ചെയ്യാത്ത ഒരു ചെറിയ ഒരു ഗ്രെയിൻ ഓഫ് സാൻഡ് പോലും ഈ ഒരു യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ന്യൂട്ടൺ ഓൾസോ ഇൻവെന്റഡ് എ ന്യൂ കൈൻഡ് ഓഫ് മാത്തമാറ്റിക്സ് കോൾഡ് കാൽക്കുലസ്. അപ്പം അത്രയും എല്ലാം കോൺട്രിബ്യൂഷൻ ചെയ്ത വലിയ ഒരു സയന്റിസ്റ്റാണ് ഐസക് ന്യൂട്ടൺ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈസ് വിത്ത് സൈലന്റ് റിമെമ്പറൻസ് ഓഫ് ഐസക് ന്യൂട്ടൺ. നൗ മൂവിങ് ഇൻ ടു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്താണെന്ന് ചോദിച്ചാൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഈസ് എ ഫിസിക്കൽ സയൻസ് എന്ന് പറയാം. ഫിസിക്കൽ സയൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് തൊട്ട് അറിയാവുന്ന കാര്യങ്ങളെല്ലാമാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ പറയുക. അപ്പോൾ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നു? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഉള്ള ക്വാണ്ടിറ്റീസിന്റെ ഒരു സ്റ്റഡിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ആൻഡ് പ്രെഡിക്ട്സ് the condition of rest or of motion of bodies under the action of forces. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ ഈ തിയറി പോർഷൻസ് എല്ലാം അതുപോലെ തന്നെ നോട്ട് എഴുതി വീഡിയോ പോസ് ചെയ്ത് നോട്ട് എഴുതി പഠിച്ചോണം. അപ്പം എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്താണ്? ഒരു ഫിസിക്കൽ സയൻസ് ആണ്. It describes and predicts the condition of rest or of motion of bodies under the action of forces. It is a physical science because it deals with the study of physical phenomena. അപ്പം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഫിനോമിനൻസിനെ പറ്റിയുള്ള ഒരു സ്റ്റഡി ആയതുകൊണ്ടാണ് നമ്മളതിനെ ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഈ സബ്ജക്റ്റിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സ്റ്റാറ്റിക്സ് എന്നും രണ്ട് ഡൈനാമിക്സ് എന്നും. അപ്പോൾ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റഡി ഉണ്ട്, സ്റ്റാറ്റിക്സ് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? ഡൈനാമിക്സ് ഉണ്ട്. സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. അപ്പോൾ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈസ് ദ സ്റ്റഡി ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് വിച്ച് ഡീൽസ് വിത്ത് ബോഡീസ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ഫോഴ്സസ് ബട്ട് ബോഡീസ് ആർ അറ്റ് റെസ്റ്റ്. അതായത് റെസ്റ്റിലിരിക്കുന്ന ബോഡീസിനെ പറ്റി നമ്മൾ നടത്തുന്ന സ്റ്റഡിയാണ് നമ്മൾ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഡീൽസ് വിത്ത് ബോഡീസ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ഫോഴ്സസ്. അപ്പം ആക്ഷൻ ഓഫ് ഫോഴ്സസിൽ മൂവ് ചെയ്യുന്ന ബോഡീസിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത്? ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പം എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനെ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്തു? എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനെ സ്റ്റാറ്റിക്സ് എന്ന് ഡിവൈഡ് ചെയ്തു, അതുപോലെ തന്നെ ഡൈനാമിക്സ് എന്ന് ഡിവൈഡ് ചെയ്തു. സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്റ്റിലിരിക്കുന്ന ഓബ്ജക്ട്സിന്റെ സ്റ്റഡിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഡൈനാമിക്സ് എന്ന് പറയുന്നത് മൂവിങ് ആയിട്ടുള്ള ഓബ്ജക്ട്സിന്റെ സ്റ്റഡിയെയാണ് നമ്മൾ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇനി ഡൈനാമിക്സിന് തന്നെ രണ്ട് പാർട്സ് ഉണ്ട്.
അതിൽ ഫസ്റ്റ് പാർട്ടിനെ കൈനമാറ്റിക്സ് എന്നും സെക്കൻഡ് പാർട്ടിനെ നമ്മൾ കൈനറ്റിക്സ് എന്നും പറയും. അപ്പോൾ ഡൈനാമിക്സിനെ നമുക്ക് വീണ്ടും എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഡൈനാമിക്സിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കൈനമാറ്റിക്സ് ആണ്, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ കൈനറ്റിക്സ് ആണ്. അപ്പം കൈനമാറ്റിക്സ് എന്നും കൈനറ്റിക്സ് എന്നും നമുക്ക് എന്തിനെ ഡിവൈഡ് ചെയ്യാം? ഡൈനാമിക്സിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കൈനമാറ്റിക്സ് എന്താണെന്ന് നോക്കിക്കേ. കൈനമാറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ മോഷൻ ഓഫ് ബോഡീസ് വിത്തൗട്ട് എ റെഫറൻസ് ടു ദ ഫോഴ്സസ് വിച്ച് കോസസ് ദ മോഷൻ. അപ്പോൾ നമ്മൾ ഇത് രണ്ടും എന്താണ്? മൂവിങ് ഓബ്ജക്ട്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. മൂവിങ് ഓബ്ജക്റ്റിനെ പറ്റി പറയുന്നു, പക്ഷേ അത് എന്തുകൊണ്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി ഒരു റെഫറൻസ് ഇല്ലെങ്കിൽ നമുക്കതിനെ കൈനമാറ്റിക്സ് എന്ന് പറയാം. മൂവിങ് ഓബ്ജക്റ്റിനെ പറ്റിയും ആ മൂവ്മെന്റ് ഉണ്ടാവാൻ കാരണമായ ഫോഴ്സസിനെ പറ്റിയും പറയുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കൈനറ്റിക്സ് എന്ന് പറയാം. അപ്പോൾ കൈനറ്റിക്സ് എന്താണെന്ന് പറയാം? കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈസ് ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോഷൻ ആൻഡ് ദ കറസ്പോണ്ടിങ് ഫോഴ്സസ് വിച്ച് കോസസ് ഓർ അക്കമ്പനി ദി മോഷൻ. അപ്പോൾ കൈനറ്റിക്സിൽ മൂവിങ് ഓബ്ജക്റ്റിനെ പറ്റിയും പറയും, ഏതൊക്കെ ഫോഴ്സസ് കൊണ്ടാണ് ആ മൂവ്മെന്റ് ഉണ്ടായതെന്നും പറയും, അതിന്റെ റീസണും പറയും. കൈനമാറ്റിക്സിൽ ആ ഓബ്ജക്റ്റിന്റെ മൂവ്മെന്റിനെ പറ്റി പറയുന്നു, പക്ഷേ എന്ത് ഫോഴ്സസിന്റെ ആക്ഷൻ കൊണ്ടാണ് ആ മൂവ്മെന്റ് ക്രിയേറ്റ് ആയത് എന്ന് എന്തിൽ പറയുന്നില്ല? കൈനമാറ്റിക്സിൽ പറയുന്നില്ല. അപ്പോൾ അതാണ് കൈനമാറ്റിക്സും കൈനറ്റിക്സും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനെ നമ്മൾ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തു? സ്റ്റാറ്റിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഡൈനാമിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. സ്റ്റാറ്റിക്സ് എന്താണ്? സ്റ്റാറ്റിക്സ് എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ബോഡീസ് അറ്റ് റെസ്റ്റ് ആണ്. ഡൈനാമിക്സ് എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ബോഡീസ് അണ്ടർ മൂവ്മെന്റ് ആണ്. മൂവിങ് ബോഡീസിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ഡൈനാമിക്സ്. ഡൈനാമിക്സിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, കൈനമാറ്റിക്സ് എന്നും കൈനറ്റിക്സ് എന്നും ഡിവൈഡ് ചെയ്തു. മൂവിങ് ഓബ്ജക്ട്സിനെ പറ്റിയും എന്ത് ഫോഴ്സസ് കൊണ്ടാണ് മൂവ് ചെയ്യുന്നതെന്നും പറയുന്ന സ്റ്റഡിയാണ് നമ്മൾ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. മൂവിങ് ഓബ്ജക്ട്സിനെ പറ്റി മാത്രം പറയുന്നു, അതിൻ്റെ ഫോഴ്സസ് കോസിങ് മോഷനെ പറ്റി ഒരു റെഫറൻസും ഇല്ലെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നു? കൈനമാറ്റിക്സ് എന്ന് പറയുന്നു. അപ്പം ഇതാണ് സ്റ്റാർട്ടിംഗ് ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആൻഡ് ഡിവിഷൻ ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഇൻറ്റു സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ് ആൻഡ് ഫർദർ ഡിവിഷൻ ഓഫ് ഡൈനാമിക്സ് ഇൻറ്റു കൈനമാറ്റിക്സ് ആൻഡ് കൈനറ്റിക്സ്. Now the concept of space is associated with engineering mechanics. അപ്പം നമ്മൾ ആ ഒരു സ്പേസിനെ കൺസിഡർ ചെയ്തിട്ടാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ പോർഷൻസ് പഠിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓബ്ജക്റ്റ് ഒക്കുപ്പൈ ചെയ്യണമെങ്കിൽ അതിന് ഒക്കുപ്പൈ ചെയ്യാൻ ഒരു സ്പേസ് റീജിയൻ വേണമല്ലോ. അപ്പോൾ ആ സ്പേസ് റീജിയനെ നമുക്കൊരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 3 ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു എക്സ് ആക്സിസ് വരും, ഒരു വൈ ആക്സിസ് വരും, ഒരു ഇസഡ് ആക്സിസ് വരും. ഇപ്പം നമ്മൾ സാധാരണ ഒരു സിനിമ കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ബോർഡ് കാണുന്നു, അതൊരു എക്സ് വൈ പ്ലെയിൻ ആണ് അല്ലേ. നമ്മളൊരു നോട്ട്ബുക്ക് എടുക്കുന്നു, അതൊരു എക്സ് വൈ പ്ലെയിൻ ആണ്. സിനിമ കാണാൻ പോകുന്നു, സിനിമാ തിയേറ്ററിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു എക്സ് വൈ പ്ലെയിൻ ആണ്. അതേസമയം നമ്മളൊരു 3D ഫിലിമാണ് കാണുന്നതെങ്കിൽ അത് നമ്മുടെ അടുത്തേക്കും കൂടി വരും അല്ലേ, ഒരു 3rd ഡയറക്ഷനിലും കൂടി അത് അപ്പിയർ ചെയ്യും. അതിനെയാണ് നമ്മൾ ഇസഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പോയിന്റ് പി എന്ന് പറയുന്ന ഒരു പോയിന്റിനെ ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്താൽ ഈ പോയിന്റ് പിക്ക് എന്തൊക്കെ കോർഡിനേറ്റ്സ് ഉണ്ട്? ഒരു എക്സ് കോർഡിനേറ്റ് ഉണ്ട്, ഒരു വൈ കോർഡിനേറ്റ് ഉണ്ട്, ഒരു ഇസഡ് കോർഡിനേറ്റ് ഉണ്ട് അല്ലേ. കാര്യം ഈ പോയിന്റ് പിക്ക് ഇറ്റ് ഹാസ് ആൻ എക്സ് കോർഡിനേറ്റ് ഇൻ എക്സ് ആക്സിസ്, ഇറ്റ് ഹാസ് എ വൈ കോർഡിനേറ്റ് ഇൻ വൈ ആക്സിസ് ആൻഡ് ഇറ്റ് വിൽ ഹാവ് എ ഇസഡ് കോർഡിനേറ്റ് ഓൺ ദി ഇസഡ് ആക്സിസ്. അപ്പം ഇതാണ് എൻ്റെ പോയിന്റ് പി ഇൻ സ്പേസ്. അപ്പം ഇങ്ങനെ എനിക്ക് ഒരു പി എന്ന് പറയുന്ന ഒരു പോയിന്റിനെ സ്പേസിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ കോർഡിനേറ്റ്സ് വരുമെന്നാണ് പറഞ്ഞത്? ഒരു എക്സ് കോർഡിനേറ്റ് വരുന്നു, ഒരു വൈ കോർഡിനേറ്റ് വരുന്നു, ഒരു ഇസഡ് കോർഡിനേറ്റ് വരുന്നു. അപ്പോൾ നമ്മളൊരു റൂം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നിങ്ങളൊരു കോർണർ കൺസിഡർ ചെയ്താൽ അവിടെ നമുക്ക് 3 എഡ്ജസ് ആണ് വന്ന് മീറ്റ് ചെയ്യുക അല്ലേ. ഒരു എക്സ്, ഒരു വൈ, ഒരു ഇസഡ്. അപ്പോൾ അങ്ങനെ 3 എഡ്ജസ് മീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ എന്ത് കിട്ടുന്നത്? ഒരു സ്പേസ് റീജിയൻ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് റീജിയണിൽ ഏത് പോയിന്റ് നമ്മൾ എടുത്താലും അതിന് 3 കോർഡിനേറ്റ്സ് ഉണ്ടാവും. ഒരു എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, ഒരു വൈ കോർഡിനേറ്റ് ഉണ്ടാവും, ഒരു ഇസഡ് കോർഡിനേറ്റ് ഉണ്ടാവും. നൗ ഇനി നമ്മൾ ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു ഈ ഓബ്ജക്ട്സ് മൂവ് ചെയ്യാനും മൂവ് ചെയ്യാതിരിക്കാനും കാരണമായിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സസ് ആണ്. അപ്പോൾ ഫോഴ്സസ് ഒരു ബോഡിയിൽ നിന്ന് വേറെ ഒരു ബോഡിയിലേക്ക് മാറി 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 ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇറ്റ് മേ ബി എക്സർട്ടഡ് ബൈ ആക്ച്വൽ കോണ്ടാക്ട്
or a distance. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഒരു ആക്ച്വൽ കോണ്ടാക്ട് വഴിയും നമുക്കൊരു ഫോഴ്സ് കൊടുക്കാം, കോണ്ടാക്ട് ഇല്ലാതെയും നമുക്കൊരു ഫോഴ്സ് കൊടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കോണ്ടാക്ട് ഉള്ളൊരു ഫോഴ്സ് ആണോ? അല്ല. നമ്മളെ പുറത്ത് ആരെങ്കിലും തള്ളുന്നുണ്ടോ? ഇല്ല. ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല. പക്ഷെ ആ ഫോഴ്സ് അവിടെ ഇല്ലേ? ഉണ്ട്. ഇപ്പം മാഗ്നറ്റിക് ഫോഴ്സ്, നമ്മളിപ്പോൾ എർത്ത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒരു മാഗ്നറ്റിക് മീഡിയത്തിലാണ്. എർത്തിന്റെ ആക്സിസ് തന്നെ ടിൽറ്റ് ചെയ്തിരിക്കാനുള്ള കാരണം ഡ്യൂ ടു അൺബാലൻസ്ഡ് പുൾ ഓൺ ദി എർത്ത് ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദ മൂൺ. മൂണിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എർത്തിന്റെ പുറത്ത് അൺബാലൻസ്ഡ് പുള്ള് കൊടുക്കുന്നത് കൊണ്ടാണ് എർത്തിന്റെ ആക്സിസിൽ തന്നെ ഒരു ടിൽറ്റിങ് വന്നിരിക്കുന്നത്. പക്ഷേ അപ്പം നമ്മളൊരു മാഗ്നറ്റിക് മീഡിയത്തിലാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു കോമ്പസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ കോമ്പസ് എന്ത് കാണിക്കും? ഒരു നോർത്ത് പോൾ കാണിക്കും, ഒരു സൗത്ത് പോൾ കാണിക്കും. പക്ഷേ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ? നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. കാര്യം എന്തുകൊണ്ടാണ്? അതൊരു ഡയറക്റ്റ് ഫോഴ്സ് അല്ല, അതൊരു ഇൻഡയറക്റ്റ് ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഫോഴ്സുകൾ എങ്ങനെയൊക്കെ വരാം? ഡയറക്റ്റ് ഫോഴ്സ് ആയിട്ടും വരാം, ഇൻഡയറക്റ്റ് ഫോഴ്സ് ആയിട്ടും വരാം. അപ്പോൾ ഒരു ഫോഴ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്യാരക്ടറൈസ് ചെയ്യാം? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ക്യാരക്ടറൈസ് ചെയ്യാം, അതിൻ്റെ ഡയറക്ഷൻ വെച്ച് ക്യാരക്ടറൈസ് ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ ഒരു പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ വെച്ചും നമുക്കൊരു ഫോഴ്സിനെ ക്യാരക്ടറൈസ് ചെയ്യാം. അപ്പോൾ എ ഫോഴ്സ് ക്യാൻ ബി ക്യാരക്ടറൈസ്ഡ് ബൈ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ഒരു ഫോഴ്സിൻ്റെ ക്യാരക്ടറൈസേഷനിൽ വരുന്നത്. ഇനി ഒരു പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഒരു പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള എക്സ്, വൈ, ഇസഡ് വാല്യൂസ് ഉള്ള ഒരു എലമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പം അതിന് വളരെ നെഗ്ലിജിബിൾ എക്സും നെഗ്ലിജിബിൾ വൈയും നെഗ്ലിജിബിൾ ഇസഡ് മാത്രമേ കാണുള്ളൂ. അപ്പം it is a particle of a body of negligible dimensions and can be assumed to occupy a single point in space. അപ്പോൾ അതൊരു മാസ് ഒക്കുപ്പൈ ചെയ്യുന്നില്ലെന്നും അത് സ്പേസിൽ ഒരു സിംഗിൾ പോയിന്റ് ആയിട്ട് നിൽക്കുന്നു എന്നും നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് എന്തായിരിക്കും? ഇറലവൻ്റ് ആയിരിക്കും. കാര്യം എന്തുകൊണ്ടാണ്? അതിൻ്റെ എക്സ് നെഗ്ലിജിബിൾ ആണ്, വൈ നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം, അതിൻ്റെ ഇസഡും നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. ഫോർ എക്സാമ്പിൾ, even an aeroplane can be treated as a particle when you consider it as a entire universe. അപ്പോൾ ഒരു യൂണിവേഴ്സ് നമ്മൾ മൊത്തത്തിൽ കൺസിഡർ ചെയ്തിട്ട് ഒരു എയറോപ്ലെയിനെ നമ്മൾ സ്പോട്ട് ചെയ്താൽ ഒരു നെഗ്ലിജിബിൾ എക്സ്, നെഗ്ലിജിബിൾ വൈ, നെഗ്ലിജിബിൾ ഇസഡ് എന്ന് നമുക്ക് പറയാം. അതിപ്പം നമ്മളിപ്പം രാത്രി നമ്മൾ മാനത്തേക്ക് നോക്കിയാൽ നമുക്കൊരു സ്റ്റാറിനെ കാണാം. അത് നമുക്ക് എങ്ങനെയാണ് അപ്പിയർ ചെയ്യുക? ഒരു ചെറിയൊരു സിംഗിൾ പോയിന്റ് ആയിട്ടാണ് അപ്പിയർ ചെയ്യുക. പക്ഷേ അത് ആക്ച്വലി ഒരു സിംഗിൾ പോയിന്റ് ആണോ? ഫിസിക്കലി അല്ല, അതൊരു വലിയ മാസാണ്. പക്ഷേ നമ്മളതൊരു യൂണിവേഴ്സൽ ഡിസ്റ്റൻസിൽ നിന്ന് നമ്മളതിനെ കാണുമ്പോൾ അതിനെ നമുക്കൊരു പോയിന്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു എലമെന്റ് ആയിട്ട് പോകും. ഇനി റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ബോഡി when it is subjected to external forces it does not deform its shape. നമ്മൾ എത്ര എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താലും അതിൻ്റെ ഷേപ്പിൽ വേരിയേഷൻ വരാത്ത ഒരു ബോഡിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു റിജിഡ് ബോഡി എന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാം അങ്ങനെ ഒരു പെർഫെക്റ്റ്ലി റിജിഡ് ബോഡി എന്ന് പറയുന്ന ഒരു സാധനം ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ദർ ഈസ് നെവർ അബ്സല്യൂട്ട്ലി റിജിഡ് ബോഡി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായാലും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ബോഡിക്ക് എന്ത് സംഭവിക്കും? അതിന് ചെറിയ ഒരു ഡീഫോർമേഷൻ അതിൻ്റെ ഷേപ്പിൽ സംഭവിക്കും. പക്ഷേ ആ ഡീഫോർമേഷൻ നെഗ്ലിജിബിളി സ്മോൾ വെൻ കമ്പയർഡ് ടു ഓവറോൾ ഡയമെൻഷൻസ് ആണെങ്കിൽ നമുക്കതിനെ റിജിഡ് ബോഡി എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യാം. അപ്പം ഒരു പാർട്ടിക്കിൾ എന്താണെന്ന് മനസ്സിലായല്ലോ, ഒരു റിജിഡ് ബോഡി എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്ത് ഡീഫോർമേഷൻ ചെയ്യാൻ ശ്രമിച്ചാലും അതിനൊരു ഡീഫോർമേഷൻ സംഭവിക്കുന്നില്ല എങ്കിൽ നമുക്ക് ആ ബോഡിയെ എന്ത് ബോഡിയാണെന്ന് പറയാം? റിജിഡ് ബോഡിയാണെന്ന് പറയാം. പക്ഷേ ഫിസിക്കലി ഒരു ട്രൂ റിജിഡ് ബോഡി എന്ന് പറയുന്നൊരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ എങ്കിലും നമ്മൾ വലിയ രീതിയിലുള്ള വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ആക്ച്വൽ ഡയമെൻഷൻസ് വരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൊണ്ട് അതിന് നെഗ്ലിജിബിൾ ഡീഫോർമേഷൻ മാത്രമേ സംഭവിക്കുന്നുള്ളൂ എങ്കിൽ അങ്ങനെയുള്ളൊരു ബോഡിയെ നമുക്ക് റിജിഡ് ബോഡിയായിട്ട് ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ എലമെന്ററി മെക്കാനിക്സിന്റെ സ്റ്റഡി എന്ന് പറയുന്നത് 6 ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. 6 ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിൽ അധിഷ്ഠിതമാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ സ്റ്റഡി. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് ആണ്. അപ്പോൾ ഈ പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാനിപ്പോൾ അതിൻ്റെ ഒരു
അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ മാത്രം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ മാത്രമേ ഇവിടെ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് എന്താണെന്ന് നോക്കിയേ. ഇഫ് ടു ഫോഴ്സസ് ആർ ആക്ടിങ് സൈമൾട്ടേനിയസ്ലി അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സുകൾ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം. അപ്പോൾ രണ്ട് ഫോഴ്സുകളെ നമുക്ക് അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമെങ്കിൽ, അപ്പം നിങ്ങൾ നോക്ക്, ഇത് ഫോഴ്സ് പി ആണ് എന്ന് വിചാരിക്കുക, ഇത് ഫോഴ്സ് ക്യൂ ആണ് എന്ന് വിചാരിക്കുക. അപ്പം രണ്ട് ഫോഴ്സസ് ഉണ്ടല്ലോ. ഈ രണ്ട് ഫോഴ്സുകളും ഇഫ് ദേ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ടു അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം, ഈ രണ്ട് ഫോഴ്സസിനെ ഒരു പാരലലോഗ്രാമിന്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ്, അപ്പോൾ ഇതിപ്പോൾ ഒരു പാരലലോഗ്രാമായി അല്ലേ, പാരലലോഗ്രാമായി ഇൻക്ലൈൻഡ് ആണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ ഈ പാരലലോഗ്രാമിന്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് നമുക്ക് ഈ രണ്ട് ഫോഴ്സസിനെ റെപ്രസെൻറ്റ് ചെയ്യാമെങ്കിൽ ദെൻ ദ ഡയഗണൽ ഓഫ് ദ പാരലലോഗ്രാം, ഈ പാരലലോഗ്രാമിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് ക്യാൻ ബി റെപ്രസെൻറ്റഡ്, the diagonal of the parallelogram passing through the point of intersection represents the resultant of the two forces in both magnitude and direction എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ നോക്ക്, അപ്പം നമുക്ക് രണ്ട് ഫോഴ്സസ് ഉണ്ട്. ഈ രണ്ട് ഫോഴ്സസിനെ ഒരു പാരലലോഗ്രാമിന്റെ ടു അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാമെങ്കിൽ ദെൻ ദ ഡയഗണൽ ഓഫ് ദ പാരലലോഗ്രാം പാസിംഗ് ത്രൂ ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, ഈ രണ്ട് ഫോഴ്സസിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ കൂടെ പാസ് ചെയ്യുന്ന ഡയഗണൽ ഓഫ് ദ പാരലലോഗ്രാം, ഡയഗണൽ ഓഫ് ദ പാരലലോഗ്രാം, ഈ രണ്ട് ഫോഴ്സസിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ കൂടെ പാസ് ചെയ്യുന്ന ഡയഗണൽ ഓഫ് ദ പാരലലോഗ്രാം റെപ്രസെന്റ്സ് ദ റിസൾട്ടന്റ് ഓഫ് ദ ടു ഫോഴ്സസ്. ഈ രണ്ട് ഫോഴ്സസിന്റെ, അതായത് പിന്റെയും ക്യൂവിന്റെയും റിസൾട്ടന്റ് ആണ് ഈ ഡയഗണൽ, ആൻഡ് ഇറ്റ് റെപ്രസെന്റ്സ് ദ റിസൾട്ടന്റ് ഇൻ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പം പിന്റെയും ക്യൂവിന്റെയും, പി എന്ന് പറയുന്ന ഫോഴ്സിന്റെയും ക്യൂ എന്ന് പറയുന്ന ഫോഴ്സിന്റെയും രണ്ടിന്റെയും കൂടി ഡയഗണൽ എന്ന് പറയുന്നത് which passes through the point of intersection of the two forces P and Q will be the resultant of the two forces P and Q both in magnitude and direction. മാഗ്നിറ്റ്യൂഡിലും ഡയറക്ഷനിലും ഈ ഡയഗണൽ എന്തായിരിക്കും? പിന്റെയും ക്യൂവിന്റെയും കൂടി റിസൾട്ടന്റ് ആയിരിക്കും. അതാണ് പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. അതിന്റെ പ്രൂഫ് നമുക്ക് കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമേ ഞാൻ ഈ 6 ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് അങ്ങ് പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് വിശദമായിട്ട് അതിന്റെ പ്രൂഫ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തത് നോക്ക്, പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. Now the condition of equilibrium or of motion of a rigid body will remain unchanged if the point of application of the force acting on the rigid body is transmitted to any other point on the line of action of the force എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ഒന്നും കൂടെ നോക്കാം. The condition of equilibrium or of motion of a rigid body, ഒരു ബോഡിയുടെ കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം ഓർ മോഷൻ എന്ന് പറയുന്നത് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ് ഇഫ് ദ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ റിജിഡ് ബോഡി ഈസ് ട്രാൻസ്മിറ്റഡ് ടു എനി അതർ പോയിന്റ് അലോങ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ്. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഇതൊരു ബോഡിയാണെന്ന് വിചാരിക്കുക. ഈ ബോഡി ഇവിടെ ഇരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഈ ബോഡിയുടെ പുറത്തൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഞാൻ എ എന്ന് പറയുന്ന പോയിന്റിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ്. ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് എഫ് ഈസ് അപ്ലൈഡ് അറ്റ് പോയിന്റ് എ. എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ എന്ത് അപ്ലൈ ചെയ്യുന്നു? എഫ് എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഇനി ഈ എഫ് എന്ന് പറയുന്ന ഫോഴ്സിന്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഞാൻ ബി എന്ന് പറയുന്ന വേറൊരു പോയിന്റിലേക്ക് മാറ്റിയാലോ സി എന്ന് പറയുന്ന വേറൊരു പോയിന്റിലേക്ക് മാറ്റിയാലോ the effect on the body remains the same എന്നാണ് പറയുന്നത്. അതായത് ഈ ഫോഴ്സിനെ എനിക്ക് ഇതേ ലൈൻ ഓഫ് ആക്ഷനിൽ മുന്നോട്ടോ പിന്നോട്ടോ എനിക്ക് കൊണ്ടുപോവാം എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി പറയുന്നത്. അതായത് ഈ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ദ ഫോഴ്സ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ടു എനി അതർ പോയിന്റ് അലോങ് ദ ലൈൻ ഓഫ് ആക്ഷൻ. ഇതേ ലൈൻ ഓഫ് ആക്ഷനിൽ എനിക്ക് എ എന്ന് പറയുന്ന പോയിന്റ് ഓഫ് ആപ്ലിക്കേഷനെ ബിയിലേക്കോ സിയിലേക്കോ കൊണ്ടുപോവാം. അങ്ങനെ കൊണ്ടുപോയാലും ദ ഇഫക്റ്റ് ഓൺ ദ ബോഡി വിൽ റിമെയിൻ അൺചേഞ്ച്ഡ് എന്നാണ് പറയുന്നത്. ഇഫക്റ്റ് ഓൺ ദ ബോഡി വിൽ റിമെയിൻ അൺചേഞ്ച്ഡ്. അപ്പൊ ഇനി സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. ദ കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം ഓർ ഓഫ് മോഷൻ ഓഫ് എ റിജിഡ് ബോഡി വിൽ റിമെയിൻ unchanged if the point of application of a force
acting on the rigid body is transmitted to any other point along the line of action of the force. ഈ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനിൽ ഈ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എനെ ബിയിലേക്ക് മാറ്റിയാലോ സിയിലേക്ക് മാറ്റിയാലോ the effect on the body will remain the same എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി പറയുന്നത്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ്. നമ്മളൊരു ഫോഴ്സിനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് കൊണ്ടുപോകുന്നതിന് കാരണം ആയിട്ടുള്ള റൂൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ആണ്. അപ്പോൾ പാരലലോഗ്രാം ലോ മനസ്സിലായല്ലോ, പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി മനസ്സിലായല്ലോ. ഇനി നമുക്ക് തേർഡ് ലോയിലേക്ക് പോവാം. തേർഡ് ലോ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ആണ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലോ ആണ്. എന്താണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ? എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ അൺലെസ് ഇറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ സം അതർ എക്സ്റ്റേണൽ ഫോഴ്സ്. അതായത് വേറെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വന്ന് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ റെസ്റ്റിലിരിക്കുന്ന ബോഡിയിൽ റെസ്റ്റിൽ തന്നെ ഇരിക്കും, യൂണിഫോം മോഷനിൽ ഇരിക്കുന്ന ബോഡി യൂണിഫോം മോഷനിൽ തന്നെ ഇരിക്കും എന്നുള്ളതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. അപ്പം എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് ഇറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ സം എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പൊ ന്യൂട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ബോഡിക്ക് രണ്ട് കണ്ടീഷൻസേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ആണ്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ഓഫ് യൂണിഫോം മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇനി ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്താണ്? ആക്സലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് പ്രൊപ്പോർഷണൽ to the resultant force acting on it and is in the direction of this force എന്ന് പറയുന്നതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. അപ്പൊ ആക്സലറേഷൻ പ്രൊഡ്യൂസ്ഡ് ഓൺ എ പാർട്ടിക്കിൾ എ എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറഞ്ഞു? ഈസ് പ്രൊപ്പോർഷണൽ ടു ദ റിസൾട്ടന്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബോഡി ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദിസ് ഫോഴ്സ്. അപ്പം അതിന്റെ ഡയറക്ഷനും കൂടിയും ന്യൂട്ടൺ അവിടെ പറയുന്നുണ്ട്. അപ്പൊ എ പ്രൊപ്പോർഷണൽ ടു എഫ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ എഫ് പ്രൊപ്പോർഷണൽ ടു എ എന്ന് എഴുതാം. ഓർ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ടു ബി എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ വേർ എം ഈസ് ദ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഈ പ്രൊപ്പോർഷണാലിറ്റിക്ക് പകരം നമ്മളൊരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഇട്ട് കൊടുത്തിട്ട് ഇക്വേഷൻ ഈക്വൽ ടു ആക്കും. അപ്പോൾ എഫ് പ്രൊപ്പോർഷണൽ ടു എ ഗെറ്റ്സ് കൺവേർട്ടഡ് ടു എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ. സോ എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ എന്നുള്ള അറേഞ്ച്മെന്റിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് റെപ്രസെന്റ്സ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. ഇനി എന്താണ് ന്യൂട്ടൺസ് തേർഡ് ലോ? ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ലോ ആണ്. ഫോർ എവരി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പൊ നമ്മൾ എന്തൊക്കെ ലോസ് പഠിച്ചു? ഫസ്റ്റ് നമ്മൾ പഠിച്ചത് പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്, രണ്ടാമത് പഠിച്ചത് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി, മൂന്നാമത് പഠിച്ചത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, നാലാമത്തെ ലോ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, അഞ്ചാമത്തെ ലോ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പം എത്ര പ്രിൻസിപ്പിൾസ് ഉണ്ടെന്നാണ് പറഞ്ഞത്? ദർ ആർ 6 ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്. അപ്പൊ ആറാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? ആറാമത്തെ പ്രിൻസിപ്പിൾ ഈസ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പൊ ഇതാണ് ഈ 6 പ്രിൻസിപ്പിൾസ് ആണ് ദ 6 ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്? 2 particles are attracted towards each other along the line connecting them with a force whose magnitude is proportional to product of their masses and inversely proportional to the square of the distance between them. അപ്പൊ നമുക്ക് രണ്ട് മാസസ് ഉണ്ടെന്ന് വിചാരിക്കുക. മാസ് m1 ഉണ്ട്, മാസ് m2 ഉണ്ട്. ഇത് മാസ് m1 ആണ്, ഇത് മാസ് m2 ആണെന്ന് വിചാരിക്കുക. m1നെയും m2നെയും സെപ്പറേറ്റ് ചെയ്യുന്ന സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ d ആണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ വേണ്ട, അത് നമുക്ക് ഇക്വേഷൻ എടുത്തിരിക്കുന്ന 6 ആണ്. അപ്പം 6 ആണെന്ന് തന്നെ വിചാരിക്കുക. ഓക്കെ, അപ്പൊ രണ്ട് മാസസ് ഉണ്ട്. മാസസിന്റെ വാല്യൂസ് എന്താണ്? m1ഉം m2ഉം. സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മാസസ് എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ ദീസ് പാർട്ടിക്കിൾസ് ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് ഈച്ച് അതർ എലോങ് ദ ലൈൻ കണക്ടിങ് ദം. ഇവരെ കണക്ട് ചെയ്യുന്ന ലൈൻസിൽ, ഈ കണക്ട് ചെയ്യുന്ന ലൈനിൽ ഈ രണ്ട് പാർട്ടിക്കിൾസ് വിൽ ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ് whose magnitude is proportional to product of their masses. So F is proportional to product of their masses m1 m2
ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്ന് പറയുന്നത് r ആണ്. സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്ന് പറയുമ്പം r² ആണ്. അപ്പം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്ന് കിട്ടി? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു m1 m2 ഡിവൈഡഡ് ബൈ r². അപ്പൊ F ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തെഴുതാം? m1 m2 ഡിവൈഡഡ് ബൈ r² എന്ന് എഴുതാം. F എന്താണ്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. m1 ഉം m2 ഉം മാസസ് ഓഫ് ദ പാർട്ടിക്കിൾ ആണ്. ആൻഡ് r ഈസ് ദ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. അപ്പൊ ഇവിടെയും നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റണ്ടേ? പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കാം. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കുമ്പോൾ F പ്രൊപ്പോർഷണൽ ടു m1 m2 ഡിവൈഡഡ് ബൈ r² എന്നുള്ളത് will get converted to F is equal to G m1 m2 divided by r² എന്ന് വരും. അപ്പൊ ക്യാപിറ്റൽ G എന്താണ്? കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ഓർ യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പൊ ഇതാണ് 6 ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഞ്ചിനീയറിംഗ്. സോ നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷന്റെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെയാ കിട്ടിയത്? F ഈസ് പ്രൊപ്പോർഷണൽ ടു m1 m2 ഡിവൈഡഡ് ബൈ r² എന്ന് കിട്ടി. അതിനെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു കൊടുത്ത് എങ്ങനെ എഴുതി? ക്യാപിറ്റൽ G m1 m2 ഡിവൈഡഡ് ബൈ r² എന്ന് എഴുതി അല്ലേ? ക്യാപിറ്റൽ G m1 m2 ഡിവൈഡഡ് ബൈ r² എന്ന് എഴുതി. m1 എന്ന് പറയുന്നത് ഫസ്റ്റ് മാസാണ്, m2 എന്ന് പറയുന്നത് സെക്കൻഡ് മാസാണ്. m1നും m2നും ഇടയ്ക്കുള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് r. G എന്ന് പറയുന്നത് യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. അപ്പൊ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമുക്ക് എങ്ങനെ കിട്ടി? F ഈക്വൽ ടു G m1 m2 ഡിവൈഡഡ് ബൈ r² എന്ന് കിട്ടി. അപ്പം ഇവിടെ നമ്മൾ ഇനി ഒരു സ്പെഷ്യൽ കേസ് കൺസിഡർ ചെയ്യാനായിട്ട് പോവുകയാണ്. ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ ഒരു കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു കഥയിൽ നിന്ന് നമ്മൾ ഈ ഇക്വേഷന് ഒരു ചെറിയൊരു വേരിയന്റ് ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾ നോക്ക്, ഇത് എർത്ത് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ എർത്തിന്റെ പുറത്ത് നമുക്കൊരു ആപ്പിൾ ട്രീ ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു ആപ്പിൾ ട്രീ. അപ്പൊ ഇതൊരു ബോൺസായി ആപ്പിൾ ട്രീ ആണ്. അപ്പൊ ഈ ആപ്പിൾ ട്രീയിൽ എന്തുണ്ട്? ഒരു ആപ്പിൾ ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ ആൻഡ് എർത്ത് ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് ഈച്ച് അതർ. അപ്പൊ അതിന്റെ മാസ് കൂടുതൽ എർത്തിനായതുകൊണ്ട് എർത്തിന് മൂവ്മെന്റ് ഉണ്ടാവുന്നില്ല. മാസ് കുറവ് ആപ്പിളിനായതുകൊണ്ട് ആപ്പിൾ വിൽ ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് എർത്ത് എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പൊ നമുക്കൊരു എർത്തിന് പുറത്ത് നമുക്കൊരു ബോൺസായി ആപ്പിൾ ട്രീ ഉണ്ട്. ആ ആപ്പിൾ ട്രീയിൽ വി ആർ ഹാവിങ് എ സ്മോൾ ആപ്പിൾ. ആ ആപ്പിളിന്റെ മാസ് എന്ന് പറയുന്നത് സ്മോൾ m ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇനി രണ്ടാമത്തെ ഓബ്ജക്റ്റ് എന്താണ്? രണ്ടാമത്തെ ഓബ്ജക്റ്റ് എർത്താണ്. എർത്തിന്റെ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ M ആണ്. ഇനി സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആപ്പിൾ ആൻഡ് എർത്ത് നമ്മൾ എന്തായിട്ട് എടുക്കാൻ പോകുന്നു? റേഡിയസ് ഓഫ് ദ എർത്ത് ആയിട്ട് എടുക്കാൻ പോകുന്നു. കാരണം എന്താണ്? ആപ്പിൾ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്? ഒരു ബോൺസായി ട്രീ ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ആപ്പിൾ ആണ്. ആ ആപ്പിളിന്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്മോൾ m ആയിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ നമ്മുടെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് എർത്താണ്. ആ എർത്തിന്റെ മാസ് എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ M ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ആപ്പിളിനും എർത്തിനും ഇടയ്ക്കുള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദ റേഡിയസ് ഓഫ് ദ എർത്ത് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. കാരണം ഹൈറ്റ് ഓഫ് ദ ആപ്പിൾ എബോവ് ദ സർഫസ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയുള്ള ഒരു കുഞ്ഞ് ബോൺസായി ആപ്പിൾ ട്രീ ആണ്. അപ്പൊ അതിലൊരു ചെറിയ ആപ്പിൾ ഉണ്ട്. നമ്മുടെ ഈ കടയിലൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ആപ്പിൾ ഓറഞ്ച് ട്രീ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു കുഞ്ഞ് ഓറഞ്ച് ട്രീ അല്ലെങ്കിൽ ആപ്പിൾ ട്രീ ആണ്. അതിൽ നമുക്കൊരു ചെറിയ ഓറഞ്ചോ ആപ്പിളോ ആണ് ഉള്ളത്. അപ്പം അതിന്റെ ഹൈറ്റ്, ആ ട്രീയുടെ ഹൈറ്റ് നെഗ്ലിജിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് ദ എർത്ത് ആൻഡ് ദ ആപ്പിൾ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ എർത്ത് ആയിട്ട് എടുക്കുന്നു. അപ്പൊ ഫസ്റ്റ് മാസ് ആപ്പിൾ ആണ്. രണ്ടാമത്തെ മാസ് എന്ന് പറയുന്നത് എർത്താണ്. റേഡിയസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ എർത്ത് ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് F എന്ന് പറയുന്ന എക്സ്പ്രഷൻ G(m) ഡിവൈഡഡ് ബൈ r² എന്ന് എഴുതാം. കാര്യം m1 എന്ന് പറയുന്നത് എന്തായി? m1 എന്ന് പറയുന്നത് സ്മോൾ m ആവുന്നു. m2 എന്ന് പറയുന്നത് ക്യാപിറ്റൽ M ആവുന്നു. r² എന്ന് പറയുന്നത് എന്താവുന്നു? ക്യാപിറ്റൽ r² ആവുന്നു. അപ്പൊ ക്യാപിറ്റൽ G ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ r² ഇൻറ്റു സ്മോൾ m എന്ന് നമുക്ക് ആ എക്സ്പ്രഷനെ എഴുതാം. കാര്യം നമ്മുടെ ചെറിയ മാസ് എന്ന് പറയുന്നത് മാസ് M ആണ്. വലിയ മാസ് എന്ന് പറയുന്നത് എർത്തിന്റെ മാസാണ്.
ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. സോ ഇറ്റ് ബിക്കംസ് ക്യാപിറ്റൽ ആർ സ്ക്വയർ. സോ എഫ് ബിക്കംസ് ഈക്വൽ ടു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിക്കംസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതില് ജി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. അപ്പൊ അത് ജനിച്ചപ്പോഴേ കോൺസ്റ്റന്റ് ആണ്. എം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് എന്താണ്? എർത്തിന്റെ മാസാണ്. അത് കോൺസ്റ്റന്റ് ആണ്. എർത്തിന്റെ റേഡിയസും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ക്യാപിറ്റൽ ആർ സ്ക്വയർ ഇതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നു, അതിനൊരു വേരിയബിൾ കൊടുക്കുന്നു. ആ വേരിയബിൾ എന്ന് പറയുന്നത് സ്മോൾ ജി ആണ്. അപ്പൊ ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയറിന് പകരം നമുക്ക് എന്താണെന്ന് കൊടുക്കാം? സ്മോൾ ജി ആണെന്ന് കൊടുക്കാം. സ്മോൾ ജി ആണെന്ന് കൊടുത്താൽ ഇതെല്ലാം കൂടെ ചേർന്ന് സ്മോൾ ജി ആയാൽ പിന്നെ ബാക്കിയുള്ളത് എം ആണ്. സോ എഫ് ബിക്കംസ് ഈക്വൽ ടു എം ജി. അപ്പൊ നമുക്ക് എഫ് ഇപ്പൊ എന്തെന്ന് കിട്ടി? എഫ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? എഫ് ഈസ് ഈക്വൽ ടു എം ജി എന്ന് കിട്ടി. ആൻഡ് യു ക്യാൻ സി ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ. ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്താ പറയുന്നത്? എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? എഫ് ഈസ് ഈക്വൽ ടു എം ജി എന്നാണ് കിട്ടിയത്. അപ്പൊ വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ജി? എ എന്ന് പറയുന്നത് ലീനിയർ ആക്സലറേഷൻ ആണ്. ജി എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു എം എക്ക് പകരം ഇവിടെ ഇപ്പൊ എന്ത് കിട്ടി? എഫ് ഈസ് ഈക്വൽ ടു എം ജി എന്ന് നമുക്ക് കിട്ടി. വേർ ജി ഈസ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് ദ എർത്ത് ആണ്. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ഓഫ് ദി എർത്ത് ആണ്. ഓക്കെ. അപ്പൊ വാല്യൂ ഓഫ് ജി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദ സെന്റർ ഓഫ് ദ എർത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓൾസോ ലാറ്റിറ്റ്യൂഡിനെയും ലോഞ്ചിറ്റ്യൂഡിനെയും എല്ലാം ഡിപ്പെൻഡ് ചെയ്യും. നോർമലി നമ്മൾ സീ ലെവലിൽ ജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 45 ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ് അസ്യൂം ചെയ്യുന്നതെങ്കിൽ ജി വിൽ ബി ഈക്വൽ ടു 9.80665 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടുക. അതൊരു നോൺ റെക്കറിംഗ് നോൺ എൻഡിങ് ഡെസിമൽ ആണ്. ഇന്റർനാഷണൽ സയന്റിഫിക് കമ്മ്യൂണിറ്റി ആദ്യമേ അതിന് 32 ഡെസിമൽ പ്ലേസസിലാണ് അപ്രോക്സിമേറ്റ് ചെയ്തിരുന്നത്. പിന്നീട് അത് 28 ഡെസിമൽ പ്ലേസസിലേക്ക് കൊണ്ടുവന്നു. നമ്മുടെ നോർമൽ കാൽക്കുലേഷൻസിന് നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂ ഓഫ് ജി, നമ്മൾ സ്കൂളിലും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വാല്യൂ ഓഫ് ജി എന്ന് പറയുന്നത് ജി ഈസ് ഈക്വൽ ടു 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ നമ്മുടെ നോർമൽ കാൽക്കുലേഷൻസിനെല്ലാം നമ്മൾ ഇത്രയും വലിയൊരു ഡെസിമൽ ഇട്ട് ചെയ്യാറില്ല. വി ജനറലി അസ്യൂം സ്മോൾ ജി ടു ബി 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? 6 ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ് നോക്കിയത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? റിവൈസ് ചെയ്തതിന്റെ കൂടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? പറ. പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. തേർഡ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, ന്യൂട്ടൺ സെക്കൻഡ് ലോ, ന്യൂട്ടൺസ് തേർഡ് ലോ ആൻഡ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പൊ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആദ്യമേ നമ്മൾ എഫ് പ്രൊപ്പോർഷണൽ ടു m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതി. എഫ് ഈസ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതി. അതിൽ നമ്മൾ ആപ്പിളും എർത്തും അപ്ലൈ ചെയ്തിട്ട് റേഡിയസ് ഓഫ് ദ എർത്തും അപ്ലൈ ചെയ്തിട്ട് ആ ഇക്വേഷനെ നമ്മൾ എഫ് ഈസ് ഈക്വൽ ടു ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നാക്കി. ജി ക്യാപിറ്റൽ എം ബൈ ആർ സ്ക്വയറിനെ നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആക്കി. സോ എഫ് ബിക്കംസ് ഈക്വൽ ടു എം ജി ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ വേർ എഫ് ഈസ് ഈക്വൽ ടു എം എ. എ ഈസ് ലീനിയർ ആക്സലറേഷൻ ആൻഡ് ജി ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഗ്രാവിറ്റേഷണൽ ആക്സലറേഷന്റെ വാല്യൂ വി ഹാവ് ഡിറൈവ്ഡ് ടു ബി ജി ഈസ് ഈക്വൽ ടു 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ.